പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആശീർവദിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ആശീർവാദം നേടിയവരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ദിവസവും നിങ്ങളോട് സംസാരിച്ച് നിങ്ങളുടെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ മാത്രമല്ല പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ പ്രാർത്ഥനാ സംഘത്തിലും ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടാണെന്നോ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നതാണ് ദൈവത്തിനിഷ്ടം. ഇവിടെ ആവർത്തന പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ, നിന്റെ ദൈവമായ യഹോവ നിന്റെ സകല പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കും. ഇതാണ് ഇന്നത്തെ വാഗ്ദാന വചനം. എന്റെ മകനെ, എന്റെ മകളെ, നീ ചെയ്യുന്ന സകല പ്രവൃത്തികളിലും യഹോവ നിങ്ങളെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുവാനാണ് യേശു കൂടെയിരിക്കുന്നത്. അല്ലെ, ഇന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പഠിക്കുകയാണോ? പഠിപ്പിൽ അനുഗ്രഹം. ജോലി ചെയ്യുകയാണോ? ജോലിയിൽ അനുഗ്രഹം. ബിസിനസ് ചെയ്യുകയാണോ? ബിസിനസ്സിൽ അനുഗ്രഹം. ശുശ്രൂഷ ചെയ്യുകയാണോ? ശുശ്രൂഷയിൽ അനുഗ്രഹം. എന്തനുഗ്രഹമാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങൾ എന്ത് പ്രവൃത്തിയാണോ ചെയ്യുന്നത്, ആ കാര്യങ്ങളിലെല്ലാം ദൈവം അനുഗ്രഹിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുവിന്റെ നാമത്തിൽ അത് ചെയ്യണം. യേശുവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ദൈവമേ, നീ എന്നെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. എന്നെ അനുഗ്രഹിക്കുവാനാണ് അങ്ങ് കുരിശിൽ മരിച്ച് രക്തം ചുരിഞ്ഞ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നത്. അങ്ങയുടെ ബലത്താലാണ് ഞാനിത് ചെയ്യുന്നത്. അങ്ങയുടെ കൃപയാലാണ് ഞാൻ ഈ ബിസിനസ്സും ജോലിയും ചെയ്യുന്നത്. അങ്ങയുടെ ബലത്താൽ ഞാനിതെല്ലാം ചെയ്യുന്നതുകൊണ്ട് എന്റെ കൈയുടെ പ്രവൃത്തിയെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം എന്ന് പറയുമ്പോഴേ ആ അനുഗ്രഹത്തെ കാണുന്നതാണ്. അങ്ങനെ പറയാമോ? ദൈവത്തെ നോക്കി പറയാമോ? അങ്ങനെ അനുഗ്രഹിക്കുന്നതിനായിട്ടാണ് കൂടെയിരിക്കുന്നത്. ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെയെല്ലാം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം എന്ന് പറഞ്ഞു നോക്കൂ. ഇന്ന് ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നതാണ്. പിതാവേ, അങ്ങ് അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഞങ്ങളെ അനുഗ്രഹിക്കുവാനാണ് കൂടെയിരിക്കുന്നത്. ഈ മകനും മകളും ഇന്ന് ചെയ്യാൻ പോകുന്ന ഓരോ കാര്യത്തിലും അങ്ങയുടെ അനുഗ്രഹത്തെ കണ്ട് സന്തോഷിക്കുവാനായി അനുഗ്രഹിച്ചു മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ.